ഗൈസ്, അപ്പോൾ നമുക്ക് വെഡ്ഡിങ് വീഡിയോ കണ്ടാലോ? ലോങ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ തന്നെ രാവിലെ എണീറ്റപ്പോഴേക്കും നമ്മൾ ടേബിളിന് മുകളിൽ ഇന്നത്തേക്കുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് ഡ്രസ്സാവും ചൂസ് ചെയ്തതെന്ന്. അതിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഗസ്റ്റൊക്കെ കറക്റ്റാണ്. നമുക്ക് കല്യാണത്തിന് പോവാം. ഞാനും അമ്മയും അമ്മ ചേച്ചി ഓട്ടോയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വണ്ടൂരുള്ള CNA വെച്ചിട്ടായിരുന്നു കല്യാണം. 10:30 ഇടയിലായിരുന്നു കേട്ടോ മുഹൂർത്തം. അങ്ങനെ നമ്മളൊരു 10:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗ്രൂമിൻ്റെ എൻട്രി ആയി. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊന്നും വരാൻ പറ്റിയില്ല. പക്ഷെ ഒരാൾക്ക് വരാൻ പറ്റിയില്ല. അതേ കൃഷ്ണയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. ഈ ബ്രൈഡിൻ്റെ എൻട്രി ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ തലേ ദിവസമാണ് പഠിച്ചത് ഇവരുടെ ഡാൻസ്. ഞാനിതിനില്ലാന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ എന്തായാലും ഫൈനലി ഞാനും ഉണ്ടായിരുന്നു ഡാൻസിന്. അങ്ങനെ നമ്മൾ ഡാൻസൊക്കെ കളിച്ചിട്ടത് അതുലീസിനെ നമ്മളിങ്ങനെ വെൽക്കം ചെയ്യാണ്. ആക്ച്വലി ഇതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ബ്രൈഡ് ആയാലും ഗ്രൂം ആയാലും പിന്നെ ആ ഒരു എൻട്രി ആയാലും പിന്നെ അവിടുത്തെ ഡെക്കറേഷൻസ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം എന്താ എല്ലാവരും മണ്ഡപത്തിലൊക്കെ കയറി അവിടുന്ന് താലികെട്ടും കല്യാണമൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ അമിതയ്ക്ക് വരാൻ പറ്റില്ലെങ്കിലും അവരുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ സംസാരിച്ചു. ഐശ്വര്യനെ കണ്ടിട്ടല്ലോ, ഇതേ ഐശ്വര്യ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രൈഡിന്റെ സിസ്റ്ററായിട്ട് ഇങ്ങനെ മെയിനായിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമുക്ക് അറിയുന്ന ആൾക്കാരോടൊക്കെ പോയി സംസാരിക്കലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അവിടെ ഫുള്ള് ഫോട്ടോ എടുക്കലൊക്കെ ആണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഇതേ സദ്യ കഴിക്കാൻ വേണ്ടി കയറി. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. പിന്നെ ഇതേ ഫുഡൊക്കെ വന്നു കേട്ടോ. നമ്മൾ പിന്നെ സദ്യ കഴിച്ചു. ലാസ്റ്റ് റൗണ്ടായിട്ട് ഇതേ നമ്മൾ പപ്പടും പായസം, അതായത് അടപ്പായസം ആയിരുന്നു കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണമെന്ന് ഐശ്വര്യോട് പറയാൻ പോയ സമയത്ത് അവർക്ക് എന്തായാലും ഞങ്ങൾ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കാൻ പോയിട്ടോ. പിന്നെ കൃഷ്ണീൻ്റെ വീട്ടിൽ പോയി നമ്മളും തിരിച്ച് വീട്ടിലൊരു ഓട്ടോയിൽ പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.